ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പം നമ്മളിന്ന് വന്നിരിക്കുന്നത് കുറച്ച് സിനിമകളുടെ അപ്ഡേറ്റ്സുമായിട്ടാണ്. ആ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ വീഡിയോയിലേക്ക് പോവാം. സൂര്യ 45 RJ ബാലാജിയുടെ സംവിധാനത്തിൽ സൂര്യ നായകനായിട്ട് വരാൻ പോകുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 45. സിനിമയുടെ പൂജ ഇന്നലെ പൊള്ളാച്ചിയിൽ വെച്ച് നടന്നിരുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങും ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഡിവോഷണൽ ഫാൻറ്റസി എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് സൂര്യ 45 എത്തുന്നത്. അതുപോലെ തന്നെ സിനിമയിലെ ഫീമെയിൽ ലീഡും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സൂര്യ 45-ൽ ഫീമെയിൽ ലീഡായിട്ട് എത്തുന്നത് തൃഷയാണ്. പുഷ്പ 2 സിനിമയുടെ പ്രമോഷനൊക്കെ ഇപ്പോൾ ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലു അർജുൻ ഇപ്പോൾ കേരളത്തിൽ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. വൻ പ്രമോഷനാണ് കേരളത്തിലൊക്കെ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലിയോയുടെ കേരള റെക്കോർഡ് പൊളിക്കാനാണ് പുഷ്പ 2-ൻ്റെ പ്ലാനിങ്. എന്തായാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അങ്ങനെ പുഷ്പ 2-ൻ്റെ ടോട്ടൽ റൺ ടൈം ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. 3 മണിക്കൂറും 21 മിനിറ്റുമാണ് പുഷ്പ 2-ൻ്റെ ടോട്ടൽ റൺ ടൈം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് 1 മണിക്കൂറും 40 മിനിറ്റും, സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 41 മിനിറ്റും. അപ്പോൾ എന്തായാലും 3 മണിക്കൂറും 21 മിനിറ്റുമാണ് റൺ ടൈം. അല്ലുവിൻ്റെയും ഫഹദ് ഫാസിലിൻ്റെയും വേറെ ലെവൽ അഴിഞ്ഞാട്ടം തന്നെ നമുക്ക് പുഷ്പ 2-ൽ കാണാൻ പറ്റും. ദളപതി 69 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ 2 അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ദളപതി 69-ൻ്റെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ മ്യൂസിക് ഡയറക്ടറായിട്ടുള്ള ജിബ്രാൻ റീസെൻ്റായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ വെച്ച് അനിരുദ്ധിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദളപതി 69-നെ കുറിച്ചും. ഇത്രയും പ്രഷർ ഉണ്ടായിട്ടും അനിരുദ്ധ് എങ്ങനെയാണ് വലിയ സിനിമകൾക്ക് വേണ്ടി മ്യൂസിക് ഒരുക്കുന്നതെന്ന് എനിക്കറിയില്ല. ഡയറക്ടർ എച്ച് വിനോദ് ദളപതി 69-ൻ്റെ മ്യൂസിക് ഡയറക്ടറായി അനിരുദ്ധിനെ പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം എനിക്ക് ഈ പ്രഷറൊന്നും ഒരിക്കലും താങ്ങാൻ കഴിയില്ല. ഒരു ആരാധകൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, അതിപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ്. സംഭവം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവുമല്ലോ. എവിടെയും എല്ലാവർക്കും, അതും എല്ലാ ഇൻഡസ്ട്രിയിലുള്ളവർക്കും അനിരുദ്ധിനെ മതി. ഇപ്പം അനിരുദ്ധിൻ്റെ പാട്ടുകളെല്ലാം ഒരേപോലെയാണ്. പുള്ളി കോപ്പിയടിയാണ്. എന്തൊക്കെ പറഞ്ഞോട്ടെ, അനിരുദ്ധിൻ്റെ പാട്ടുകളെല്ലാം വേറെ ലെവലാണ്. ഈ കുറ്റം പറയുന്നവന്മാരടക്കം റിപ്പീറ്റ് അടിച്ച് കേട്ടുകൊണ്ടിരിക്കും. ദളപതി 69 ദളപതി വിജയുടെ കരിയറിലെ ലാസ്റ്റ് ഫിലിമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അനിരുദ്ധിനെ പോലത്തെ ഒരു മ്യൂസിക് ഡയറക്ടർ അല്ല അത് ചെയ്യുന്നതെങ്കിൽ സംഭവം പാടാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് എച്ച് വിനോദ് അനിരുദ്ധിനെ കൊണ്ടുവന്നതും. എന്തായാലും നല്ലൊരു ഫെയർവെൽ രീതിയിലുള്ള സംഭവങ്ങൾ തന്നെ ദളപതിക്ക് വേണ്ടി അനിരുദ്ധ് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. ഇതുവരെ ദളപതി അനിരുദ്ധ് ഒന്നിച്ചോ ആ കോംബോയിലെല്ലാം നല്ല രീതിയിൽ സോങ്സ് BGMs ആയാലും വർക്ക് ആയിട്ടേ ഉള്ളൂ. ദളപതി 69-ലും അത് ആവർത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടർ അനിരുദ്ധ് ആണോ? പിന്നെ മ്യൂസിക്കിനെ കുറിച്ച് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അതാണ് ജിബ്രാനും പറഞ്ഞത്. ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ ദളപതി 69 ഇപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ്, ദളപതി 69 ഒരു ജയിലിനെ ബേസ് ചെയ്ത് നടക്കുന്ന ഒരു സിനിമയാണെന്ന് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. സിനിമയിലെ 40% ജയിലിൽ വെച്ചാണ് നടക്കുന്നത്. സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂൾ ഈ ജയിൽ സീക്വൻസ് ആണ്. ഇതിനുവേണ്ടി 69 ടീം ഇപ്പോൾ ഒരു ജയിലിൻ്റെ സെറ്റ് വർക്കിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൈദി 2 സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സംഭവം ഒഫീഷ്യലാണ്. ഇക്കാര്യം പറഞ്ഞിരിക്കുന്നതും ലോകേഷാണ്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ന്യൂസ് റിപ്പോർട്ട് പോലെയാണ്. അതുകൊണ്ട് ഞാൻ അതിലുള്ള പോലെ തന്നെ വായിച്ചു പറയാം. കൈദി 2-വിൽ ജയിലിൽ വെച്ച് ചിത്രീകരിക്കേണ്ട ഒരുപാട് സീക്വൻസുകൾ ഉണ്ടെന്നും അതിനായി താൻ റെഫർ ചെയ്യാൻ പോകുന്ന ചിത്രം സ്വർഗവാസലാണെന്നും ലോകേഷ് പറഞ്ഞു. ചിത്രത്തിൽ നായകനായ RJ ബാലാജിയും താനും നല്ല സുഹൃത്തുക്കളാണെന്നും സ്വർഗവാസലിനെ പറ്റി ബാലാജി പറഞ്ഞപ്പോൾ താൻ എക്സൈറ്റഡ് ആയെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു. വെറുമൊരു സാധാരണ ജയിൽ ചിത്രമായിരിക്കും സ്വർഗവാസൽ എന്നാണ് ആദ്യം കരുതിയതെന്നും എന്നാൽ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ വളരെയധികം ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീനുകൾ ഉണ്ടെന്ന് മനസ്സിലായെന്നും ലോകേഷ് പറഞ്ഞു. കൈദി 2-ൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം ജയിലിൽ വെച്ചാണ് ചിത്രീകരിക്കുന്നതെന്നും സ്വർഗവാസലിനേക്കാൾ ഇൻറ്റൻസ് ആക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും ലോകേഷ് കൂട്ടിച്ചേർത്തു. സ്വർഗവാസലിൻ്റെ ട്രെയിലർ ലോഞ്ചിലാണ് ലോകേഷ് ഇക്കാര്യം പറഞ്ഞത്. ഞാനും ബാലാജിയും നല്ല സുഹൃത്തുക്കളാണ്. സിനിമകളെ പറ്റിയാണ് ഞങ്ങൾ അധികവും സംസാരിക്കാറുള്ളത്. അങ്ങനെയാണ് അവൻ സ്വർഗവാസലിനെ പറ്റി എന്നോട് പറഞ്ഞത്. ഈ സിനിമ ഞാൻ കണ്ടിരുന്നു. നല്ല ഇൻറ്റൻസ് ആയിട്ടാണ് ഇതിലെ ആക്ഷൻ സീക്വൻസുകൾ എടുത്തിട്ടുള്ളത്. സാധാരണ ജയിൽ സിനിമ എന്ന് വിചാരിച്ചാണ് കണ്ടു തുടങ്ങിയത്. ആക്ഷൻ സീനുകളും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസുകളും അപാരമാണ്. പക്ഷേ ഇതിൻ്റെ കഥ പോകുന്ന രീതി ഭയങ്കരമാണ്. കൈദി 2-വിൽ ഒരുപാട് ജയിൽ സീനുകളുണ്ട്. കൈദി 2-വിന് വേണ്ടി സ്വർഗവാസൽ റെഫറൻസായി എടുത്താലോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത്. കൈദി 2-വിൻ്റെ കഥ കുറച്ചുകൂടി മോഡിഫൈ ചെയ്താലോ എന്നും ഞാൻ ചിന്തിക്കുന്നുണ്ട്.
എനിക്ക് ഈ സിനിമ വളരെയധികം ഇഷ്ടമായി എന്നാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലോകേഷ് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കൈദി എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് തന്നെയായിരിക്കും കൈദി 2 തുടങ്ങുക. ലോകേഷ് ഇങ്ങനെ കൈദി 2വിനെ കുറിച്ച് ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തു വിട്ടതുകൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കുറച്ച് അപ്ഡേറ്റ്സും വന്നിട്ടുണ്ട്. അതായത് കൈദി 2വിൽ ഒരുപാട് ജയിൽ സീക്വൻസുകൾ ഉള്ളതുകൊണ്ട് തന്നെ റോളക്സ്, ദില്ലി, അതുപോലെ ലിയോ ഇവരുടെ എല്ലാം ഫേസ് ഓഫ് ജയിലിൽ വെച്ചായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ലോകേഷ് ഇങ്ങനെയെങ്ങാനും ആണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ തമിഴ് സിനിമ കണ്ട ഫേസ് ഓഫുകളിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫേസ് ഓഫ് ആയിരിക്കും നമ്മൾ കൈദി 2വിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ അപ്ഡേറ്റ്സ്. ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, ചാനൽ എല്ലാവരും സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ഗൈസ്.